ഹലോ കൂട്ടുകാരെ, ട്വിൻ ജേർണിയിൽ നമ്മൾ ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. അത് നമ്മളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടായിട്ടുമാണെങ്കിലും അതർ റിലേഷൻഷിപ്സിലാണെങ്കിലും എന്ന് പറയാറുണ്ട്. അതെന്താണെന്ന് ഇന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ഫെമിനൈൻ എനർജി ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിന്നും ഡിവൈൻ എനർജിയിലേക്ക് ട്രാൻസ്ഫോം ആകുന്ന ഒരു പ്രോസസ്സ്. അതാണ് സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഫെമിനൈൻ എനർജിക്ക് സംഭവിക്കുന്നത് അതായത് ഫെമിനൈൻ എനർജി ഒരു പ്രാവശ്യം ഡിവൈൻ എനർജിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ കൗണ്ടർ പാർട്ടും ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിന്നും ഡിവൈൻ എനർജിയിലേക്ക് ആ ഒരു പ്രോസസ്സിലേക്ക് വരും. അല്ലെങ്കിൽ ആ ഒരു പവറിനെ അവർ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ഈ ജേർണിയിൽ. അപ്പോൾ ഇനിഷ്യലായിട്ട് അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിലായതുകൊണ്ട് തന്നെ ഫെമിനൈൻ എനർജി ഓവർ ഗിവിങ് ആയിരിക്കും. അത് ഒരു ട്വിന്നിനെന്നല്ല, എല്ലാവർക്കും. ആദ്യം ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യം പറയാം. ഇവിടെ നമ്മളൊരു ചേസിങ് എനർജിയിലായിരിക്കും. ഇടയ്ക്കൊരു സെപ്പറേഷൻ എത്ര നാളത്തെ വന്നാൽ പോലും നമ്മൾക്ക് പിന്നെയും ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അവിടെ പിന്നെയും ഓവർ ഗിവിങ് ആയിട്ട് നമ്മൾ പലപ്പോഴും ആ സൈക്കിൾ അല്ലെങ്കിൽ ആ പാറ്റേണെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിവൈൻ ഫെമിനൈൻ എനർജിയുടെ ഒരു കോർ ക്വാളിറ്റീസിൽ അല്ലെങ്കിൽ മെയിൻ കോർ ക്വാളിറ്റീസിൽ ഒന്നാണ് റിസീവിങ് എന്ന് പറയുന്നത്. അതായത് ഫെമിനൈൻ എനർജി എന്ന് പറഞ്ഞാൽ റിസീവിങ്ങിലൂടെ ഗിവിങ് ആണ്. എന്തെങ്കിലും കാര്യം അവർ റിസീവ് ചെയ്തുകൊണ്ട് ആ റിസീവ് ചെയ്യുന്ന കാര്യത്തിന് അവർ കൊടുക്കുന്ന ആ ഒരു ഗിവിങ് എനർജിയിലൂടെ അവർക്ക് ആ ഒരു പവറിലേക്ക്, ആ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നവരാണ്. എന്നാൽ മസ്കുലൈൻ എനർജി എന്ന് പറഞ്ഞാൽ അവർ ഗിവിങ്ങിലൂടെ റിസീവിങ് ആണ്, തിരിച്ചാണ്. അവർ ഒരു കാര്യം കൊടുത്തുകൊണ്ട് അതിലൂടെ അവർക്ക് കിട്ടുന്ന ആ ഒരു റിസീവിങ്, അതായത് ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ആണ്. ഫെമിനൈൻ എനർജി റിസീവിങ്ങിലൂടെ ഗിവിങ്ങും മസ്കുലൈൻ എനർജി ഗിവിങ്ങിലൂടെ റിസീവിങ്ങുമാണ്. ഇത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ ഗിവിങ് ആയി, ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ വരുമ്പോൾ നമ്മൾ എന്തായി, കൂടുതലും കൊടുക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അത് നമ്മളുടെ എനർജി എന്ന് പറയാം. എനർജി എന്ന് പറഞ്ഞാൽ അതിൽ ഫീലിങ്സ് വരും, ഇമോഷൻസ് വരും, മണി എനർജി വരും. കാരണം മണിയും ഒരു എനർജിയാണ്. പലപ്പോഴും പല ജേർണീസിലും മണീൻ്റെ, കാശിൻ്റെ കാര്യത്തിൽ പല ചീറ്റിങ്ങും വരാറുണ്ട് ട്വിൻ ഫ്ലെയിംസിൽ. അതല്ലാതെ സെക്ഷുവൽ എനർജി, ഒരു ഫെമിനൈൻ എനർജിയുടെ ഏറ്റവും വലിയ പവറുകളിലൊന്നായ ഈ സെക്ഷുവൽ എനർജി, ഇതും ഒരു ഗിവിങ് എനർജിയിലേക്ക് പോയിട്ടാണ് ഫെമിനൈൻ എനർജി ഡിസ്ട്രോർട്ടഡ് എനർജിയിലിരിക്കുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു വാല്യൂ വരുന്നില്ല അവിടെ, അല്ലേ? അത് ഡിസ്ട്രോർട്ടഡ് എനർജി ആയതുകൊണ്ട് തന്നെ നമ്മൾ പോലും നമ്മളുടെ ഒരു എനർജീനെ മനസ്സിലാക്കാതെ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഇനിയൊരിടത്ത്. സോ ഇനിയൊരിടത്തെന്ന് പറയാനുള്ള കാരണം അതിനും പറഞ്ഞുതരാം. ഒരു സോളാണ് നമ്മളും നമ്മളുടെ ട്വിന്നും. ബ്ലൂ പ്രിൻ്റ് ഒന്നാണ്. അതായത് ആത്മാവ് ഒന്നാണ്, എന്നാൽ ഫിസിക്കൽ ബോഡി ആൻഡ് മൈൻഡ് ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം ബോഡീസ് രണ്ട് ബോഡീസിലായതുകൊണ്ട് തന്നെ അവർ മൈൻഡും ആലോചിക്കുന്ന ഒരു കാര്യവും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ വരുന്നതിന് മുമ്പ് നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞിലേ തൊട്ട് അല്ലെങ്കിൽ പല ലൈഫ് ടൈമുകൾ തൊട്ട് നമ്മൾ ഈ ജേർണിയിലുള്ളവരായതുകൊണ്ട് പല കാര്യങ്ങളും ഇൻസ്റ്റിൽ ആയിട്ടുണ്ട് ഈ മൈൻഡിൽ. അതായത് ഷാഡോ സൈഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു കാര്യത്തിൽ. അപ്പോൾ നമ്മളെങ്ങനെയാണോ ഈ ഒരു അവേക്കനിങ് പ്രോസസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുടെ മുകളിൽ വർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു ഓൾഡ് പാറ്റേണെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ ശ്രമിക്കുന്നത്, അതേപോലെ അവരും ആ പ്രോസസ്സിലേക്ക് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു ജേർണിനെ മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ശക്തി ആരാണ്, കാരണം അവരുടെ ശക്തി നമ്മളാണ്. പക്ഷേ നമ്മൾ നമ്മളുടെ ശക്തിയെ തിരിച്ചറിയുമ്പോൾ മാത്രമേ അവർ നമ്മളുടെ ശക്തിയെ തിരിച്ചറിയാറുള്ളൂ. എന്നാൽ നമ്മൾ നമ്മളുടെ ശക്തിനെ, നമ്മളുടെ പവറിനെ നമ്മൾ ഓവർ ഗിവിങ് ആയിട്ട് ഇനിയൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു അവേക്കനിങ് അവരിലും സംഭവിക്കുന്നില്ല, ഈവൻ നമ്മളിലും സംഭവിക്കുന്നില്ല. ഇതേപോലെയാണ് ഫെമിനൈൻ എനർജി അവേക്കനിങ്ങിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ ചുറ്റും കാർമിക്സ് ഉണ്ടാവാം, ഫാമിലി ആയിരിക്കാം, റിലേഷൻഷിപ്സ് ഉണ്ടാവാം, മേ ബി ഒരു ലൈഫ് പാർട്ട്ണർ ഉണ്ടാവാം. അപ്പോൾ ഇവിടെയൊക്കെയും
നോ പറയേണ്ടടുത്ത് നോ പറയാറില്ല, ഗിവിങ് ആയിരിക്കും അതുവരെ. പക്ഷേ ഈ ഒരു അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ പിന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് വരാറുണ്ട്. ഞാൻ നോ പറഞ്ഞാൽ ഇവരെ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ട്വിന്നിനെ വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാമിലീനെ വേദനിപ്പിക്കുന്നു. ഈ ജേർണി നമുക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാനാണ്, അത് കഴിഞ്ഞ് നമ്മളിൽ വിശ്വസിക്കാനാണ്. സോ നമ്മളിൽ ഫുൾഫിൽഡ് ആകുമ്പോൾ, നമ്മളിലെ ആ ഒരു കംപ്ലീറ്റ്നെസ്സിനെ ചൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്സ് അത് നമ്മളുടെ പേർപ്പസിന് അനുയോജ്യമാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു ഹയർ വൈബ്രേഷനിലേക്ക് വരികയാണ്. ഇങ്ങനെയാണ് ഒരു ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ ഒരു മസ്കുലൈൻ എനർജി ആണെങ്കിൽ പോലും കളക്റ്റീവിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് കുറച്ചൊന്ന് ടഫാണ്, ഒന്നുകൂടെ വീഡിയോ എടുത്ത് കേട്ട് നോക്കണം മനസ്സിലായില്ലെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാവുന്നത്, നമ്മൾ ഓവർ ഗിവിങ് ആണോ അല്ലെങ്കിൽ നമ്മളുടെ പവറിനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്? നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ആ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മളിലേക്ക് നമ്മൾ നോക്കുക. അതായത് നമുക്കൊരു നഷ്ടത്തിൻ്റെ ഫീലിംഗ് ആണോ, നമുക്കൊരു ഇൻസെക്യൂരിറ്റിയുടെ ഫീലിംഗ് ആണോ, നമ്മളെ ഒരു ഓപ്ഷനായിട്ട് ആരെങ്കിലും ഉപയോഗിക്കുന്നു എന്നുള്ള ഫീലിംഗ് ആണോ, നമ്മൾക്കുള്ള ഒരു ഒരു വർത്തുണ്ട്, അത് നമ്മൾക്ക് കിട്ടുന്നില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, ആ ഒരു സാഹചര്യത്തിൽ നിന്നും, അല്ലെങ്കിൽ നമ്മളുടെ ട്വിൻ ഫ്ലെയിമിൽ നിന്നും പോലും എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡർ നമ്മളുടെ ഫീലിംഗ് കൊടുക്കുന്നതിൽ വെക്കുക, ഒരു അതിർവരമ്പ് വെക്കുക. അതിൻ്റെ മീനിങ് അവരുമായിട്ട് വഴക്കിടണമെന്നോ അവരെ ബ്ലെയിം ചെയ്യണമെന്നോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മളുടെ പവറിനെ ടേക്ക് ബാക്ക് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫീലിങ്സിനെ, അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇമോഷൻസിനെ നമ്മളുടെ ബെറ്റർമെൻറ്റിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾക്ക് വേണ്ടിയെന്ന് ആലോചിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ഇന്നർ വർക്കിൻ്റെ കൂടെയൊക്കെ അങ്ങനെ നമ്മളിലേക്ക് ആ ഒരു പവർ ടേക്ക് ബാക്ക് ചെയ്യുമ്പോൾ, നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ അത്ഭുതകരമായ മാറ്റങ്ങളോ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് വരും. സോ ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ബാഡ് ഫീലിംഗ് ആണ് വരുന്നത്, നിങ്ങൾക്ക് അതായത് ഇതിനു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളുമാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അൾട്ടിമേറ്റ് മിറർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വർത്ത് കൊടുക്കുന്നില്ല, നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി കൊടുക്കുന്നില്ല, ഒരു ഹോണർ കൊടുക്കുന്നില്ല, ഒരു ലവിൻ്റെ എനർജി നിങ്ങൾക്ക് കൊടുക്കുന്നില്ല, അതായത് സെൽഫ് ലവ് കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്. കാരണം അവർ മിറർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഈ ജേർണിയിൽ. അപ്പോൾ ഇതൊക്കെയും നമ്മൾക്ക് കൊടുക്കാൻ, അതായത് ഫെമിനൈൻ എനർജി അവർക്ക് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഒരിക്കലും തൻ്റെ പവറിനെ ഗിവപ്പ് ചെയ്യരുത്. കാരണം ഈ ബ്ലെയിമിങ് എനർജിയിലേക്കൊക്കെ പോകുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾക്കുള്ള ആ ഒരു ഫീലിങ്സ്, നമ്മളുടെ എനർജി കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. സോ അതൊന്നുമല്ല, ആ ഒരു പവറിനെ ടേക്ക് ബാക്ക് ചെയ്തിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മളുടെ ഗോൾ എന്താണെന്ന് ഉള്ളത് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ എങ്ങനെ ഹീലാവണം, കാരണം അതൊരു വലിയ ടാസ്ക്കാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അല്ലേ. ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഹീലിങ്ങിൽ ഇനി എന്തൊക്കെയാണ് ഞാൻ ഹീലാവേണ്ടത്, ഇതിലേക്കൊക്കെ നമ്മൾ ആ പവറിനെ ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് നോ പറയേണ്ടടുത്ത് നോ പറയാനായിട്ട് പഠിക്കുക. അതാണ് ശരിക്കും നമ്മളുടെ കൗണ്ടർ പാർട്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഇത്രയും ട്രിഗേഴ്സ് തന്നിട്ട്. അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ളവർ നമ്മൾക്ക് ട്രിഗേഴ്സ് തരുന്നത് ഈ ഒരു ഇത്രയും പവർഫുള്ളായിട്ടുള്ള നമ്മളുടെ ആ ഒരു ട്രൂ ഫോമിലേക്ക് കൊണ്ടുവരാനാണ്. അതിനൊക്കെ മനസ്സിലാക്കി അവരെ ഫൊർഗീവ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ, ആ ഒരു എനർജി നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, ആകാശിക് റെക്കോർഡ് പഠിക്കുന്നതിന്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റ്സിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.